ആണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. നാളെയാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പൊ മക്കൾക്കൊക്കെ എന്താണ് നന്നായിട്ട് അടിച്ചു പൊളിച്ച് നമ്മുടെ ഹിന്ദി എഴുതാനുള്ളതാണ് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. പത്ര അല്ലെ. നമുക്ക് പലപ്പോഴും ഇത് ചോദിച്ചിട്ടില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ മക്കൾക്ക് ചിലപ്പോൾ പുതിയതായിരിക്കും. പത്ര എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതാണ് ആദ്യം മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നത്. ലെറ്റർ ആണ്. എന്താണ് ലെറ്ററിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന പേരാണ് എന്ത്, പത്ര എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഖത്ത് എന്നും പറയാറുണ്ട്. നമ്മൾ മലയാളത്തിൽ കത്ത് എന്ന് പറയാറില്ലേ, അതേപോലെ ഖത്ത് എന്നും പറയാറുണ്ട്, പത്ര എന്നും പറയാറുണ്ട്. മാറിപ്പോയത്. അപ്പൊ മക്കളോട് പത്ര ലിഖിയേ, ലെറ്റർ എഴുതൂ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഏത് പാഠത്തിൽ നിന്നാണ് വരാൻ ചാൻസ്? നമ്മുടെ മാർച്ച് എന്ന് പറയുന്ന പാഠമില്ലേ, ലാസ്റ്റത്തെ പാഠം. ആ പാഠത്തിൽ നിന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അത് വന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതും എന്നുള്ളതാണ് മിസ് പറയാൻ പോകുന്നത്. ഇത് എന്റെ മക്കളെ എന്തായാലും പഠിച്ചിട്ട് പോയിക്കോളാം കേട്ടോ. ഈ ഒരു ലെറ്റർ എന്ന് പറയുന്നത് നോക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം വായിച്ചു നോക്കാം അല്ലെ. സൂചനാओं की सहायता से, സൂചന അതായത് ഇവിടെ കുറച്ച് ഹിന്റുകൾ തന്നിട്ടില്ലേ, അതിനാണ് നമ്മൾ സൂചന എന്ന് പറയുന്നത്. സൂചനാക്കി സഹായതാസെ, സഹായത കൊണ്ട് മാർച്ച് എന്ന് പറയുന്ന ലേഖക പരിചയ ദേത്തെ ഹുവേ, പരിചയപ്പെടുത്തിക്കൊണ്ട്, പരിചയ ദേത്തെ ഹുവേ എന്നാണ് പരിചയപ്പെടുത്തിക്കൊണ്ട് എന്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്? മിത്രക്കോ, മിത്ര എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഫ്രണ്ടിന്, സുഹൃത്തിന് എന്ത് എഴുതാനാ പറഞ്ഞിട്ടുള്ളത്? പത്ര ലിഖേ, പത്രം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കത്ത് എഴുതൂ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾ പേടിക്കണ്ട. ലെറ്ററിന് കുറച്ച് ഫോർമാറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അത് ആദ്യം മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. മാത്രമല്ല നിങ്ങൾക്ക് ഹിന്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കാനേ ഇല്ല. ഈ ഹിന്റ് വെച്ച് അങ്ങ് എഴുതിയാൽ മതി. ലെറ്ററിന്റെ ഫോർമാറ്റും ഈ ഹിന്റും വെച്ച് അങ്ങ് എഴുതിയാൽ മതി. ഒന്നും പേടിക്കാനില്ല കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഈ ഹിന്റിന്റെ അർത്ഥം ഒന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വായിക്കാം. നോക്കിക്കേ, ശ്രദ്ധിച്ചോളാ. ഹാത്ത് മേ കിതാബേ ഓർ ആംഖോ മേ നീന്തേ. മാർച്ച് എന്ന് പറയുന്നത് നമ്മുടെ സംസ്മരൺ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മക്കുറിപ്പായിരുന്നു അല്ലെ. ആ ഓർമ്മക്കുറിപ്പിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ മാർച്ച് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കാലമാണ്. ആ ഒരു കാലത്താണ് നമുക്ക് എക്സാമിന്റെ സമയം എന്ന് പറയുന്നത്. എക്സാമിന്റെ സമയത്ത് ബുക്ക് എടുത്ത് അപ്പം എന്താവും, നമുക്ക് ഉറക്കം തൂങ്ങാൻ തുടങ്ങും അല്ലെ. ആ ഉറക്കം തൂങ്ങും. പിന്നെ എന്താണ്, നമുക്ക് പുറത്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ തോന്നുന്ന ഒരു സ്പെഷ്യൽ ടൈമാണ് എന്തെന്ന് പറയുന്നത്, ഈ മാർച്ച് മാസം എന്ന് പറയുന്നത്. അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ലേഖായിരുന്നു മാർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലുമായി ബന്ധപ്പെട്ട കുറച്ച് ഹിന്റുകൾ ഇതിൽ തന്നിട്ടുണ്ട്. നോക്കുക. ഹാത്തോ മേ കിതാബേ, ഹാത്ത് എന്ന് വെച്ചാൽ കൈകളില്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗമാണ്. കൈകളിൽ കിതാബേ, ബുക്കുകൾ. ഓർ ആംഖോ മേ നീന്ത്, ആംഖോ എന്ന് വെച്ചാൽ കണ്ണാണ് അല്ലെ. കണ്ണുകളിൽ നീന്ത്, ഉറക്കം. അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ പരീക്ഷാക്ക സമയം, പരീക്ഷയുടെ സമയം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഗർമേ ഗുസ്തി. ഗർമേ ഗുസ്തി എന്ന് വെച്ചാൽ ഗറിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന എന്ത്, നീമ് എന്ന് വെച്ചാൽ വേപ്പാണ് അല്ലെ. വേപ്പ്, നമ്മുടെ ആര്യവേപ്പ് അല്ലെ. ആര്യവേപ്പിന്റെ ടഹനിയാം, ശിഖരങ്ങൾ അല്ലെങ്കിൽ ബ്രാഞ്ചസ്, ശിഖരങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന വേപ്പിന്റെ ആ ഒരു ഇല, അതൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നോക്കാൻ വേണ്ടി തോന്നും അല്ലെ. പുറത്തേക്ക് ഈ എക്സാം സമയത്തായിരിക്കും പ്രകൃതിക്ക് ഭയങ്കര ഭംഗിയുള്ള പോലെയൊക്കെ ഒരു തോന്നും അല്ലെ. പുറത്തേക്ക് നോക്കിയിരിക്കാനൊക്കെ തോന്നില്ലേ. അതൊക്കെ വെച്ചിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത് അല്ലെ. പിന്നെ കിതാബ് ഗിർത്തി പീലി പത്തി, കിതാബ് ബുക്കില് വീഴുന്ന, ഗിർത്തി വെച്ചെന്നാണ് വീഴുന്ന, പീലി പത്തി മഞ്ഞ നിറത്തിലുള്ള എന്ത്, ഇല. ഇതൊക്കെയാണ് ഹിന്റ് തന്നിട്ടുള്ളത്. എന്നാണ് മക്കളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു മാർച്ച് എന്ന് പറഞ്ഞ സംസ്മരൺ ഓർമ്മക്കുറിപ്പ് മക്കൾ എന്ത് ചെയ്തു, വായിച്ചിട്ടുണ്ട്. ആ വായിച്ചിട്ട് അത് എന്താണ്, അതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു സംസ്മരൺ വായിച്ചു കേട്ടോ, ഇങ്ങനെ ഒരു സംഭവം, മാർച്ച് എന്ന് പറഞ്ഞൊരു സംഭവം വായിച്ചിട്ടുണ്ട്, അത് നല്ല രസമുണ്ടായിരുന്നു, അതിൽ ഇതൊക്കെയാണ് പറഞ്ഞത് കേട്ടോ സുഹൃത്തെ എന്ന് പറഞ്ഞിട്ട് കത്ത് എഴുതാൻ പോവാണ്. ഓക്കെ മിസ്സേ, എങ്ങനെ കത്ത് എഴുതും? കത്തിന്റെ ഫോർമാറ്റ് ആണ് ഇത് തന്നിരിക്കുന്നത്. എന്തായാലും എന്റെ മക്കൾ പഠിച്ചിട്ടേ പോകാവൂ ഇത്. ഓക്കെ, നോക്കാം. കത്ത് എഴുതുന്ന സമയത്ത്, ഹിന്ദിയിൽ കത്ത് എഴുതുന്ന സമയത്ത് ആദ്യം മക്കൾ എന്ത് എഴുതിയിട്ടുണ്ടാവണം? സ്ഥാനം എഴുതിയിട്ടുണ്ടാവണം, പ്ലേസ് എഴുതിയിട്ടുണ്ടാവണം. മക്കൾ കുഞ്ഞു മക്കളാകുമ്പോ തൊട്ടേ പഠിക്കുന്ന ഒരു സാധനമാണിത്. ഹിന്ദിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഇങ്ങനെ തന്നെ എഴുതുന്ന കേട്ടോ. നോക്കാം. പിന്നെ ഡേറ്റും പ്ലേസും എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, എന്താ നമ്മൾ തുടങ്ങുന്നത്? പ്രിയപ്പെട്ട മിത്രമേ എന്ന് നമ്മൾ പറയില്ലേ. മലയാളത്തിൽ കത്ത് എഴുതാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ തുടങ്ങുക. അത് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് മിത്ര എന്നാണ്. സുഹൃത്തെ,
സുഹൃത്തെ. സുഹൃത്തിന് നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയുന്നു? മിത്ര. പ്രിയ മിത്ര എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നു. എന്നിട്ട് ഒരു കോമയൊക്കെ ഇട്ട് കൊടുത്തോളാം മക്കള്. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് തും കേസേ ഹോ, ഇത് മക്കൾ അങ്ങനെ എഴുതി പഠിക്കേണ്ട സാധനമാണ്. കത്തിന്റെ ഫോർമാറ്റ് ആണ് മിസ് പറയുന്നത്. ആർക്ക് കത്ത് എഴുതാൻ വന്നാലും ഇത് എഴുതാം. നോക്കിക്കേ, തും കേസേ ഹോ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, സുഖമാണോ എന്നുള്ള പോലെയാണ്. തും കേസേ ഹോ, എങ്ങനെയുണ്ട്, സുഖമാണോ എന്നുള്ള അർത്ഥം കേട്ടോ. മേ യഹാ ടീക്കു, ഞാൻ ഇവിടെ ഓക്കെയാണ്, എനിക്ക് സുഖമൊക്കെ തന്നെയാണ് എന്ന് പറയാണ്. കുച്ച് ദിൻ പെഹലെ, കുറച്ച് ദിവസം മുമ്പേ. ഇനിയാണ് നമ്മൾ കഥയിലേക്ക് കിടക്കുന്നത് കേട്ടോ. മിസ് ഈ ഒരു കളറിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എല്ലാ കത്തിലും ഒരേപോലെ ആയിരിക്കും. ഇനി അങ്ങോട്ടുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. നോക്കിക്കേ, കുച്ച് ദിൻ പെഹലെ, കുറച്ച് ദിവസം മുമ്പേ, മാർച്ച് നാമക് എന്ന് വെച്ചെന്താണ്, മാർച്ച് എന്ന് പേരുള്ള ഏക് സൻസ്മരൺ പട, ഒരു ഓർമ്മക്കുറിപ്പ് എന്ത് ചെയ്തു, ഞാൻ വായിച്ചു എന്ന് പറയാണ്. इसमें मार्च के परीक्षा दिनों के बारे में बताया है. നോക്കിക്കേ, ശ്രദ്ധിച്ച് കേട്ടോളെ. അതിൽ മാർച്ചിൽ ഉണ്ടാവുന്ന പരീക്ഷ ദിനോ കെ ബാരേമേ, പരീക്ഷ ദിനോ കെ, ദിവസങ്ങളെ കുറിച്ചാണ്, കെ ബാരേമേ വെച്ചതാണ് കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ബത്തായ ഹേ, പറയുന്നത് എന്ന് പറയാണ്. ഓക്കെ, യെസ്. ഇനി എന്താണ്, ഇസ്മേ ലിഖാ ഹേ, എന്നിട്ട് നമ്മുടെ എന്താണ് ഇതിൽ മാർച്ച് മാസത്തെ ആ ഒരു ദിവസങ്ങളെ കുറിച്ചിട്ട്, പരീക്ഷാ ദിവസങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് മക്കൾ എഴുതി. എന്നിട്ടാണ് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറയുന്നു. മക്കൾക്ക് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹിന്റ് ഉണ്ടല്ലോ, തരുന്ന ഹിന്റ് അതേപോലെ എഴുതി വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഹിന്റ് വെച്ചിട്ടെങ്കിലും മക്കളെ എഴുതാൻ വേണ്ടി നോക്കുക. പക്ഷേ സ്ഥാൻ, ഡേറ്റ്, പ്രിയപ്പെട്ട സുഹൃത്തെ, തും കേസേ ഹോ, മേ യഹാ ടീക്കു, ഇത് മസ്റ്റ് ആയിട്ടും കത്തിലുണ്ടാവണം. ओके ले, इन्हें नोका ശ്രദ്ധിച്ചേ. परीक्षा का समय पर हाथों में किताबों और आंखों में नींद के साथ पढ़ना पड़ता है. നോക്കിക്കേ, ഹിന്റ് തന്നെ അമസ് എഴുതിയ കേട്ടോ. ഈ രണ്ട് ഹിന്റും ചേർത്ത് എഴുതിയ താമസം. നോക്കിക്കേ, പരീക്ഷാ കാ സമയ പർ, പരീക്ഷയുടെ സമയ പർ എന്ന് വെച്ചാൽ സമയത്ത്, ഹാത്തോമേ കയ്യിൽ, കിതാബേ ബുക്കുകളും, ആംഖോമേ കണ്ണുകളിൽ, നീന്ത് കെ സാത്ത് പഠന പഠിത്താ ഹേ, ഉറക്കവും കൂടെ എന്ത് ചെയ്യണം, ഉറക്കവും കൂടി ആയിട്ട് പഠിത്താഹേ, പഠിക്കേണ്ടി വരുന്നു എന്ന് പറയാണ്. ആര്, നമ്മൾ അല്ലേ. ലെസ്. അപ്പൊ ഈ ഒരു ഹിന്റ് വെച്ചിട്ട് നമ്മൾ എഴുതാണ് കേട്ടോ. പരീക്ഷയുടെ സമയത്ത് എന്താണ് നമ്മൾ ഇവിടെ എഴുതിയ സാധനം എന്താണ്, ഹാത്തോമേ കയ്യിൽ ബുക്കും കണ്ണുകളിൽ ഉറക്കുമായിട്ട് എന്ത് ചെയ്യണു, പഠിക്കേണ്ടി വരുന്നു, പഠിത്താഹേ എന്ന് പറയാണ്. നോക്കിക്കേ, ഗർമേ ഗുസ്തി നീം കി ടഹനിയ और किताब पर गिरती पीली पत्ती आदि के बारे में भी कहा है. അപ്പൊ എന്താണ്, നമ്മുടെ ഈ ഒരു കഥയിൽ എന്തൊക്കെ പറഞ്ഞു എന്ന് നമ്മൾ സുഹൃത്തിന് എന്ത് ചെയ്യാണ്, പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പൊ മിസ് ആണെങ്കിൽ എന്താണ്, മിസ്സിന്റെ ഫ്രണ്ടിന് എന്ത് ചെയ്യാണ്, ഇതിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഗർമേ ഗുസ്തി നീം കി ടഹനിയ, ഇവിടെ തന്ന സാധനമാണ് കേട്ടോ. വീട്ടിലേക്ക് ഇഴഞ്ഞു കയറുന്ന അല്ലെങ്കിൽ വരുന്ന ആ ഒരു നീം, വേപ്പിന്റെ, ടഹനിയാം ചില്ലകളെ കുറിച്ചും, കിതാബ് പർ ഗിർത്തി പീലി പത്തി, നമ്മുടെ ബുക്കിൽ നമ്മളിങ്ങനെ ഇപ്പൊ രാവിലെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ്, കിതാബിൽ വീഴുന്ന മഞ്ഞ ഇലകളെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നുണ്ട് അല്ലെ. ഇതിനെ കുറിച്ചിട്ടൊക്കെ ആദിക്കെ ബാരേം എന്ന് വെച്ചെന്താണ്, ഇതിനൊക്കെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു പുസ്തകത്തിൽ, കഹാഹേ എന്ന് വെച്ചാൽ പറയുന്നുണ്ട് എന്ന് പറയാണ്. ആ പുസ്തകത്തിൽ എന്താ പറയുന്നത് നമ്മൾ എഴുതണ്ടേ. അപ്പൊ മക്കൾ സ്വന്തമായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. പുസ്തകത്തിൽ എന്താ പറയുന്നത് എവിടെ ഉണ്ട്, ഹിന്ദിയിലുണ്ട്, അതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഇതിനെ കുറിച്ചിട്ടൊക്കെ പുസ്തകമേ കഹാഹേ പറയുന്നുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ എന്തായാലും എന്ത് പറയും നമ്മുടെ സുഹൃത്തിനോട്, എന്തായാലും നീ ഒരു സംസ്മരൺ വായിക്കണം കേട്ടോ, ഈ ഓർമ്മക്കുറിപ്പ് നീ വായിക്കണം കേട്ടോ എന്ന് നമ്മൾ പറയും അല്ലെ. അതാണ് നോക്കിക്കേ, തും യഹ് സംസ്മരൺ, നീ ഈ ഒരു ഓർമ്മക്കുറിപ്പ്, സംസ്മരൺ എന്ന് വെച്ചാൽ ഓർമ്മക്കുറിപ്പ്, ജറൂർ പഠ് ലേനാ ചാഹിയേ എന്ന് വെച്ചാൽ എന്താണ്, തീർച്ചയായിട്ടും അല്ലെ. നോക്കിക്കേ, തീർച്ചയായിട്ടും വായിക്കണം എന്നാണ് പറയുന്നത്. ജറൂർ എന്ന് വെച്ചാൽ തീർച്ചയായും എന്നുള്ള അർത്ഥം കേട്ടോ. തീർച്ചയായും പഠ് ലേനാ ചാഹിയേ, വായിക്കണം എന്ന് നമ്മൾ പറയുന്നു. എന്നിട്ട് എല്ലാ കത്തിലും ഇതേ സാധനം എഴുതി വെക്കണം. സബ്കോ മേരാ പ്യാർ കഹ് ദേന, എല്ലാവരോടും എന്റെ ഇഷ്ടം അറിയിക്കണം. കത്തിന്റെ ഫോർമാറ്റ് ആട്ടോ മിസ് പറയുന്നത്. സ്ഥാൻ, ഡേറ്റ്,
പ്രിയപ്പെട്ട മിത്രമേ, പിന്നെ തും കേസേ ഹോ, നിനക്ക് സുഖമാണോ, മേ യഹാ ടീക് ഹൂ എന്ന് എഴുതി കഴിഞ്ഞിട്ട് മക്കൾക്ക് പറയാനുള്ള എല്ലാ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ പറയുന്ന കാര്യമാണ്, അത് എല്ലാ കത്തിലും ഒന്നായിരിക്കും, എന്താണ്, സബ്കോ മേരാ പ്യാർ കഹദേന, എല്ലാവരോടും എന്താണ്, എന്റെ സ്നേഹം അറിയിക്കണം എന്ന് നമ്മൾ പറയാണ് അല്ലെ. പ്യാർ കഹദേന, സ്നേഹം അറിയിക്കണം എന്ന് പറയാണ്, അറിയിക്കണം. ജവാബി പത്ര, ഓക്കെ, ജവാബി പത്ര, ഈ ഒരു സാധനം മക്കളെ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ജവാബി പത്ര എന്ന് പറയുന്ന ഈ ഒരു പേര് കേട്ടോ. ജവാബി പത്ര എന്ന് വെച്ചാൽ എന്താ അറിയോ, മറുപടി കത്താണ് കേട്ടോ. മറുപടി കത്ത്. പ്രതീക്ഷ കർരാഹും, പ്രതീക്ഷിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, കത്താണ്. അപ്പൊ ഇതങ്ങനെ പഠിച്ചു വെക്കണം കേട്ടോ. എന്നിട്ടോ തുമാരാ മിത്ര, നിന്റെ സ്വന്തം സുഹൃത്ത്. ഇവിടെ നമ്മുടെ പേര് അയക്കുന്ന ആൾക്ക്, മിസ്സിന്റെ ഫ്രണ്ടിനാണ് അയക്കുന്നത് വെച്ചാൽ മിസ്സിന്റെ പേര് എവിടെ എഴുതുന്നു, നാം, ഈ നെയിം എന്നുള്ള സ്ഥലത്ത് എഴുതുന്നു. നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതിയാൽ മതി. ഇനി ഒരു പേരും കിട്ടിയില്ലെങ്കിൽ നാം, നെയിം എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലെറ്റർ എഴുതുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടി മിസ് പറയാം. എന്തൊക്കെയാണ്? സ്ഥാൻ, പ്ലേസ് എഴുതണം, ഡേറ്റ് എഴുതണം, പ്രിയപ്പെട്ട മിത്രമേ എന്ന് എഴുതിയിട്ടുണ്ടാവണം, തും കേസേ ഹോ എന്ന് എഴുതിയിട്ടുണ്ടാവണം, നിനക്ക് സുഖമാണോ എന്നുള്ള പോലെ അല്ലേ. മേ യഹാ ടീക് ഹൂ, ഞാനിവിടെ സുഖമാണ്, എനിക്ക് സുഖമാണ് എന്നുള്ളത് നിങ്ങൾ എഴുതണം, പഠിക്കണം. എന്നിട്ട് എന്താണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടുകാരോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം അല്ലെ. സബ്കോ മേരാ പ്യാർ കഹദേന, എല്ലാവരോടും എന്റെ പ്യാർ, എന്റെ സ്നേഹം, കഹദേന അറിയിക്കണം. പിന്നെ എന്താണ് മെയിൻ ആയിട്ട്, ജവാബി പത്രിക പ്രതീക്ഷ കർ രഹാ ഹൂ, ജവാബി പത്ര മറുപടി കത്ത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, ഇതെങ്കിലും മക്കൾ പഠിക്കുക. ഈ ഒരു ഫസ്റ്റ് മിസ് പറഞ്ഞ ഈ ഒരു ഫോർമാറ്റ് എങ്കിലും പഠിക്കുക. ഫോർമാറ്റ് പഠിച്ചിട്ട് നടുവിൽ നിങ്ങളുടെ ഹിന്ദി എഴുതി വെച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കുറച്ചെങ്കിലും മാർക്ക് കിട്ടും. ഹിന്ദി ബുദ്ധിമുട്ടായ മക്കള് ഫോർമാറ്റ് പഠിച്ചു വെക്കുക. എന്നിട്ട് ഹിന്ദി വെച്ചിട്ട് എന്തെങ്കിലും എഴുതിയിട്ട് അവസാനത്തെ സാധനം ഫില്ല് ചെയ്യുക. തുമാരാ മിത്ര എന്നുള്ളത് എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, ഇതാണ് നമ്മുടെ കത്ത് എന്ന് പറയുന്നത്. വളരെ 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 എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കത്താണ് ഇത്. ചിലപ്പോൾ നാളെ ഇത് തന്നെ നമുക്ക് എന്താണ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മിസ് പറഞ്ഞതൊക്കെ അനുസരിച്ചിട്ടൊന്ന് പഠിച്ചിട്ട് പോയിക്കോളാം കേട്ടോ. നമ്മുടെ ആനുവൽ എക്സാം എല്ലാവരും നന്നായിട്ട് ഇന്ന് തന്നെ പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.